അത് എപ്പിജെനറ്റിക്സ് ഈ DNA അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിൽ ഓരോ ആർട്ടറിയിലും കൂടെയാണ് പമ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നത്. ഇത് മുറിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പിന്നീട് പമ്പിങ് നടക്കുന്നില്ലല്ലോ, ബ്ലഡ് ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലല്ലോ. നമ്മളുടെ മെയിൻ ആർട്ടറിയെ എടുത്ത് അതിലേക്കും കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഹാർട്ട് ലങ് മെഷീൻ നമുക്കപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാം പറഞ്ഞിരുന്നു ഈ ഹൃദയത്തിന് ചുറ്റും ഒരു ബ്രെയിൻ സെൽസും ഉണ്ടെന്ന്, ഹൃദയത്തിൻ്റെതായിട്ട്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സ് എന്നൊക്കെ പറയുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു എന്തോ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. അതുപോലെ ഗട്ട് ബ്രെയിൻ എന്നും പറഞ്ഞ് വയറിനുള്ളിൽ തന്നെയുണ്ട്. വയറിനൊരു ബ്രെയിൻ ഉണ്ട്. വയറിൻ്റെ ഉള്ളിൽ മച്ച് മോർ സ്ട്രോങ്ങറാണ്, മച്ച് മോർ കൂടുതൽ നമ്പർ ഓഫ് ന്യൂറോൺസ് ഒക്കെ ഉണ്ട് ബ്രെയിനിന്. ഈ ഗട്ട് ബ്രെയിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അതായത് നമുക്ക് വയറിനൊരു ബ്രെയിൻ ഉണ്ട്. ഒരു ഫുഡ് മതി നമ്മളുടെ മൂഡ് വ്യത്യാസം വരുന്നത്. അത് ഞാൻ ഫുഡ് നമ്മുടെ മൂഡ് വ്യത്യാസപ്പെടുത്തും. ജർമ്മനിയിലൊക്കെ അതിൻ്റെ ഇത് നമുക്കറിയാം, നമ്മുടെ ജീൻ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിപ്പോകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഈ ജീൻ മെമ്മറിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പ്ലാന്റ് ആകുന്നതാണോ? അല്ലെങ്കിൽ ബേസിക്കലി നമ്മളുടെ ജീൻസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. നമ്മളുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറൗണ്ട് 50 to 70 ട്രില്യൺ സെൽസാണ്. ഈച്ച് അത് ഒരു ഹാഫ് സെൽ എന്ന് പറയാൻ നമ്മളുടെ ഒരു സ്പേമും ഒരു എഗ്ഗും കൂടി ഫസ്റ്റ് സെല്ലുണ്ടായി, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമാണ് ഈ ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഓരോ സെല്ലിനും അതിൻ്റെ മെമ്മറി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൽ മാത്രമല്ല മെമ്മറി ഉള്ളത്, എല്ലാ സെല്ലിനും മെമ്മറി ഉണ്ട്. ഈവൻ മസിൽ മെമ്മറി എന്ന് പറയും. നമ്മളിപ്പം ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന ആ മെമ്മറി ബ്രെയിനിൽ മാത്രമല്ല, നമ്മളത് ബ്രെയിന് ഇപ്പം വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്യുകയല്ലേ. ഇപ്പം നമ്മൾ മറ്റു പല ചിന്തയിലും ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടും ഒക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യും. അപ്പോൾ ആ മസിലിന് മെമ്മറി ഉണ്ട്, എല്ലാ സെല്ലിനും അതിൻ്റെതായ മെമ്മറി ഉണ്ട്. ചില കലകളൊക്കെ ചെയ്യുന്ന ആളുകളടുത്ത് നമ്മൾ പറയും അത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജന്മവാസനയായിട്ട് കിട്ടുന്നതാണ്. അല്ല, അതെല്ലാം അതിപ്പോൾ നമുക്ക് നമ്മളുടെ ജനറ്റിക്കലി ആ ജേം സെൽസ്, അതായത് നമ്മുടെ പേരൻസിൽ നിന്ന് വന്നതെന്ന് പറയാം. പക്ഷേ ഈ സെയിം തിങ് ഈ നമ്മളുടെ ഈ മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ്, ആർട്ടിനോടുള്ള ഇൻട്രസ്റ്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ വ്യത്യാസം വരുന്നു എന്നാണ്. എല്ലാവരിലും അല്ല, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രൊഫൗണ്ടായിട്ട് കാണുന്ന ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോഴാണെന്നാണ്. അപ്പോൾ അതിന് 3 തിയറീസാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് നമുക്ക് സൈക്കോളജിക്കൽ. ഇപ്പം നമുക്ക് പറയാം മരിച്ചത് എങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞാൽ മീഡിയയിൽ മൊത്തം ഉണ്ടല്ലോ, എവിടെ നിന്നാണെന്ന് ആർക്ക് വേണമെങ്കിലും അറിയാൻ പറ്റും. പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും അറിയും. അപ്പോൾ സൈക്കോളജിക്കലായിട്ട് വരാമെന്ന്. പിന്നെ ഉള്ളത് സെല്ലുലാർ മെമ്മറി, അതായത് ഈ ജീൻസിൻ്റെ സെല്ലെന്ന് പറയുമ്പോൾ എല്ലാം DNA കോഡ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് വരുന്നത്. സെല്ലുലാർ മെമ്മറി ഉണ്ടാവും. ഇപ്പോൾ കിഡ്നിയുടേതാണെങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് വരുവാണല്ലോ. അതുപോലെ DNA മെമ്മറി, റൈബോസോം മെമ്മറി, RNA മെമ്മറി. RNA വേറൊരു ഫോമാറ്റാണ്. പ്രോട്ടീൻ മെമ്മറി, ഇതിലെല്ലാത്തിലും പ്രോട്ടീനിലും മെമ്മറി ഉണ്ടെന്നാണ്. പ്രോട്ടീൻ ഫോമാറ്റിലൊക്കെ ആണല്ലോ ഇത് സൂക്ഷിക്കുന്നത്. പിന്നെ എപ്പിജനറ്റിക് മെമ്മറി, അതായത് നമ്മളുടെ DNA മാത്രമല്ല, അതിനൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിനെ പ്രോട്ടീനും ഇതും വെച്ചൊരു ആ പാറ്റേൺ അതിനൊരു ബോൾ പോലെ ആക്കി വെക്കുന്ന, അത് പ്രോട്ടീനൊക്കെ വെച്ചിട്ട് അതിന് അസറ്റിലേഷൻ, മെത്തിലേഷൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാവുന്നത്. ഇപ്പം ഈവൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ് റിവേഴ്സലിൽ ഞാൻ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസൊക്കെ പോലെയുള്ള അത് വെരി എവിഡൻ്റാണ്, നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജെനറ്റിക്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിന് ഇതുള്ള ജെനറ്റിക്സ് ഉണ്ടാവും. പക്ഷെ അവരെ നമുക്ക് ആ DNA ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എപ്പിജെനറ്റിക്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എപ്പിജെനറ്റിക്സ് ഈ DNA അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫുഡ്, എക്സസൈസ്, നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റി, ഇതെല്ലാമാണ്. അപ്പോൾ ഈ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പം നമ്മൾ 10-15 കൊല്ലമായിട്ട് ഡയബറ്റീസിന് മരുന്നും ഇൻസുലിനും എടുത്തുകൊണ്ടിരിക്കുന്നവരാണേലും ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റ് കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ നമുക്കത് മാറ്റാം. അതിന് നമ്മൾ വിശ്വാസത്തിൻ്റെ ഒന്നും കാര്യം വരുന്നില്ല. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നോക്കാം, HbA1c നോക്കാം,
ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ രക്തക്കുറവിൻ ഫ്ലോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹാർട്ടിനൊക്കെ ബ്ലോക്കിനാണല്ലേ കാലയിലൊക്കെ സ്റ്റെൻറ്റ് ഇടുന്നത്, അവിടെ ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞാണല്ലോ ഇടേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിയുമ്പം അത് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം മറ്റത് മെറ്റാഫിസിക്സിൽ വരുമ്പോൾ നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ വരും. ഇത് വെരി ക്ലിയറാണ്. നമുക്ക് എപ്പിജെനറ്റിക്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുന്നത്. പിന്നെ ഉള്ളത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് പിന്നെ പറയുന്നത്. അത് നമുക്ക് പറയുമല്ലോ, ബോഡിക്കൊരു എനർജി ലെവലുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. ഈ ഹാർട്ടിൻ്റെ കാര്യത്തിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന് തന്നെ ഒരു കാർഡിയാക് നെർവസ് സിസ്റ്റം ഉണ്ട്. നമുക്ക് അറിയാമല്ലോ, ഒരു പേസ് മേക്കർ പോലെ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങി അത് ഹോൾ ഹാർട്ടിലേക്ക് വരുവാണ്. ഈ ഹാർട്ടിൻ്റെ ഈ ആക്ടിവിറ്റി തന്നെ നമ്മൾ EG എടുക്കുമ്പോഴും അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റി വരുന്നു, അത് ഇത് വരും, അത് നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരാളുടെ ഹാർട്ട് മുറിച്ചെടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴങ്ങനെയാണല്ലോ, അവിടെ നിന്ന് വേർപെടുത്തി ആളിൽ നിന്ന് വേർപെടുത്തി തിരിച്ചു കൊണ്ടുപോയി അത് തിരിച്ചു വയ്ക്കുമ്പം മറ്റേ ആളിലേക്ക് തുന്നിച്ചേർത്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് തന്നെ മിടിക്കാൻ തുടങ്ങുന്നത് ഡോക്ടറിൻ്റെ കഴിവൊന്നുമല്ല, ഇറ്റ് ഈസ് ദ നേച്ചേഴ്സ് കഴിവ്. അതാ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളെക്കൊണ്ട് ഡോക്ടറിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ എടുക്കാം, അത് നമ്മൾ ഐസ് വെള്ളം സ്പെഷ്യൽ ലിക്വിഡിലിട്ട് തിരിച്ചു കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ വെക്കാനുള്ള ആളുടെ ഹാർട്ടിനെയും ലങ്സിനെയും കൂടെ ഒരു ഹാർട്ട് ലങ് മെഷീനിലേക്ക് മാറ്റി വെച്ച് അവിടെ ബ്രെയിനിന് അപ്പോഴും ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കണം. അപ്പം ഹാർട്ട് ലങ് മെഷീനിലേക്ക് നമ്മളുടെ ആക്ടിവിറ്റി മാറ്റി വെച്ച് ബാക്കി ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഹാർട്ട് കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നു. പിടിപ്പിച്ച് കഴിഞ്ഞ് തുന്നലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം റീകണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹാർട്ട് തന്നെ മിടിക്കാൻ തുടങ്ങുന്നു. അത് ജനറ്റിക്കൽ, അതിൻ്റെ ആ ഇൻബോൺ മെക്കാനിസമാണത്. അപ്പം അതിൽ തന്നെ ഒരു ഹാർട്ട് പോയിന് തന്നെ ഒരു ബ്രെയിൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. കാർഡിയാക് ബ്രെയിൻ സ്കെൽറ്റൻ എന്താ പറയും, അതിന് തന്നെ ഒരു ഒരു കവറിലാണ് ഈ നെർവ്സിനെ തന്നെ വെച്ചിരിക്കുന്ന ഒരു കൊളാജൻ ബേസ്ഡ് ഇതിലാണ് ഇരിക്കുന്നത്. അത് കവേർഡാണ്, വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൊണ്ടാവും. എനിക്ക് ചെറിയ പ്രായം തൊട്ടുള്ളൊരു സംശയമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ അല്ലെങ്കിൽ ഹൃദയം മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ബ്ലഡ് ഓടിയില്ലെങ്കിൽ, ബ്ലഡ് എല്ലാ സ്ഥലത്തും, ഇപ്പോൾ ബ്രെയിൻ ആണെങ്കിൽ പോലും ഒരു 5 നിമിഷം ബ്ലഡ് ചെന്നില്ലെങ്കിൽ അത് നിന്ന് പോകുന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹൃദയമാണ്, ഹൃദയത്തിൽ ഓരോ ആർട്ടറിയിലും കൂടെയാണ് പമ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്നത്. ഇത് മുറിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പിന്നീട് പമ്പിങ് നടക്കുന്നില്ലല്ലോ, ബ്ലഡ് ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണത് പിടിച്ചു നിൽക്കുന്നത് അത്രയും നേരം? അപ്പോൾ എന്താണെങ്കിലും ഒരു 1 hour 2 hour വെയിറ്റ് വരും. അതിനാണല്ലോ ഹാർട്ട് ലങ് മെഷീൻ. നമ്മളുടെ മെയിൻ ആർട്ടറിയെ എടുത്ത് അതിലേക്കും കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹാർട്ട് ലങ് മെഷീൻ നമുക്കപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മിനിമം സമയത്തിൽ ആദ്യത്തെ സ്റ്റേജ് ചെയ്യുന്നത് നമ്മൾ ഹാർട്ടിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു സ്റ്റേർണം എന്ന് പറഞ്ഞ ബോണുണ്ട്, സ്കിന്ന് ജസ്റ്റ് നമുക്ക് പറയാം. അതിൻ്റെ സെൻറ്ററിൽ വെച്ച് നമ്മൾ ഈ നല്ല ഹാക്സോ വട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ ടൈലൊക്കെ മുറിക്കുന്ന പോലെ തന്നെ മുറിച്ച് ഇലക്ട്രിക്കലി മുറിച്ച് അത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഹാർട്ടിന് പുറമേ ഒരു മെമ്മറൈനുണ്ട്, പെരിക്കാർഡിയം എന്നൊക്കെ പറഞ്ഞ്, അതിനെ ഓപ്പൺ ചെയ്ത് അപ്പം നമുക്ക് ഹാർട്ടിൽ നിന്ന് പുറത്തേക്കുള്ള മെയിൻ അയോട്ട കാണാം. ഈ അയോട്ടയും അതുപോലെ പൾമണറി വെസൽസ്, മറ്റേ ഹാർട്ടിൽ നിന്ന് നമ്മളുടെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യുന്ന സിസ്റ്റമിക് സർക്കുലേഷനുണ്ട്, പൾമണറി സർക്കുലേഷനുണ്ട്. അവിടെ പോയി വേണമല്ലോ ഓക്സിജനേഷൻ നടത്താൻ. ലങ്സിൽ പോയി ഓക്സിജൻ നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരുന്ന ബ്ലഡിനെ ലങ്സിലേക്ക് ആദ്യം വിട്ട് ഓക്സിജനേറ്റ് ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡിന് തിരിച്ച് ലെഫ്റ്റ് ഹാർട്ടിൽ വന്നിട്ട് അതിനെയാണ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. അപ്പം ഈ സിസ്റ്റത്തെ നമ്മൾ ആദ്യം ഒരു ഹാർട്ട് ലങ് മെഷീനിലേക്ക് മാറ്റും. അതാണ് നമുക്കൊരു ഹാർട്ട് സർജറിക്ക് വേണ്ട, ഓപ്പൺ ഹാർട്ട് സർജറിക്കോ ട്രാൻസ്പ്ലാന്റിനോ എല്ലാം വേണ്ടത് അതിലേക്ക് മാറ്റുക എന്നുള്ള. പിന്നെ എന്തേലും പുറമേ നിന്നുള്ള സാധനങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ബ്ലഡ് കട്ടയാവും. അപ്പോൾ അതിനെന്ത് ചെയ്യും? കട്ടയായി പോയ നമ്മൾ ഹാർട്ട് ലങ് മെഷീന് ബ്ലഡ് കട്ടയായിരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഹെപ്പാരിൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കെമിക്കലുണ്ട് ബ്ലഡ് കട്ടയാകാതിരിക്കാൻ. അപ്പോൾ ഹെപ്പാരിനേറ്റ് ചെയ്യും ആദ്യം, ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനായിട്ട് ഹെപ്പാരിനേറ്റ് ചെയ്ത് എന്നിട്ടാണ് ഈ ഇതിലേക്ക് മാറുന്നത്. അപ്പോൾ പിന്നെ അത് നമ്മൾ ഡോക്ടറിന് ഫ്രീ ആയിട്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്യുക, അവിടെ ബ്ലഡും വരികയില്ല, കാരണം ബ്ലഡ് അധികം ഇതിനകത്തേക്ക് പോകാതെ ഇരിക്കുകയും ചെയ്യും.
അപ്പം ഇവിടെ ഓപ്പറേഷൻ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ റീകണക്ട് ചെയ്യും. അപ്പം അത്ര നേരം ബ്ലഡ് ക്ലോട്ടാകാതെ ഇരിക്കാനും ഈ കെമിക്കൽ മെക്കാനിസം വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്പൺ ഹാർട്ട് സർജറിയും അതുപോലെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കോഗ്നിറ്റീവ് പവറൊക്കെ, അതായത് നമ്മുടെ ബുദ്ധിയൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്രോ ക്ലോട്ട്സ് വരും. നമ്മൾ ക്ലോട്ടൊക്കെ ആകാതെ ഇരിക്കാനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ക്ലോട്ടിങ് ചിലപ്പം നടക്കാം. അപ്പോൾ ചെറിയ ചെറിയ രക്തക്കൊഴലുകൾ പോയി അടയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് സർജറിയൊക്കെ ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അപ്പോഴും നമ്മൾ ഈ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്താണ്. ഇപ്പം ഓപ്പൺ അല്ലാതെയും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ച് ഭാഗം മാത്രമൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ജനറലി ആദ്യകാലത്തൊക്കെ ഇപ്പം 2 രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ചിലരിലൊക്കെ ഈ ഹാർട്ട് ലങ് മെഷീൻ യൂസ് ചെയ്യാതെ മിടിക്കുന്ന ഹാർട്ടിൽ തന്നെ ബൈപ്പാസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഇത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു റിസ്ക്. ഇപ്പോൾ ഈ ഹാർട്ട് ലങ് മെഷീനിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ മൈക്രോ ക്ലോട്ട്സ് വന്ന് നമുക്ക് ചില ഇത് വരാം. ഇപ്പോൾ മാം പറഞ്ഞിരുന്നു ഈ ഹൃദയത്തിന് ചുറ്റും ഒരു ബ്രെയിൻ സെൽസ് ഉണ്ടെന്ന്, ഹൃദയത്തിൻ്റെതായിട്ട്. ചുറ്റുമല്ല, ഹൃദയത്തിനുള്ളിൽ തന്നെ. കാരണം മസ്കുലറാണ്, ഈ മസിലിനകത്താണ് ഇതിനെ വെച്ചിട്ട്. ഇതിനെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മനസ്സ് എന്നൊക്കെ പറയുന്നത്? കാരണം നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു എന്തോ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. മനസ്സ് അങ്ങനെ നമുക്ക് മെഡിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സെന്ന് നമ്മളിപ്പോഴും പറയുമ്പം എന്തായാലും ഇവിടത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈവൻ ഇൻഡസ്റ്റൈൻ നമുക്ക് ഒരു ഗട്ട് ബ്രെയിൻ എന്ന് പറയും. ഇൻഡസ്റ്റൈനാണ് ഏറ്റവും പ്രധാനം, അവിടെയാണ് ഏറ്റവും കൂടുതൽ. ഹാർട്ടിൻ്റെതായ ഒരു നെർവ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ഗട്ട് ബ്രെയിൻ എന്നും പറഞ്ഞു വയറിനുള്ളിൽ തന്നെ ഉണ്ട്. വയറിനൊരു ബ്രെയിനുണ്ട്. ബ്രെയിനിൻ്റെ ഉള്ളിൽ മച്ച് മോർ സ്ട്രോങ്ങറാണ്, മച്ച് മോർ കൂടുതൽ നമ്പർ ഓഫ് ന്യൂറോൺസ് ഒക്കെ ഉണ്ട് ബ്രെയിന്. അതിനകത്ത് നിന്ന് നമ്മളുടെ എല്ലാ ഈവൻ സെല്ലുകളിലേക്ക് തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, എന്തെങ്കിലും ഒരു ലോക്കൽ അനസ്തീസിയ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പല്ലിന് വേണ്ടിയിട്ട് പല്ലെടുക്കാനോ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, ആ ഭാഗത്ത് നമുക്കൊരു സെൻസേഷൻ കാണിയില്ല കുറച്ച് നേരത്തേക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ബ്രെയിനുമായിട്ട് ഓരോ ഭാഗവും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അത്ര വെൽ പ്ലാൻഡാണ് നമ്മളുടെ ഈ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ. ദറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഓഫ് എഞ്ചിനീയറിങ്. ഈ ഗട്ട് ബ്രെയിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അതായത് നമുക്ക് വയറിന് ഒരു ബ്രെയിൻ ഉണ്ട്. വയറിൽ നമ്മൾ ഇതിനകത്ത് ഇപ്പം അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് പുറമേ ഒരു ഇതുണ്ട്, ഉള്ളിലൊരു കവറിങ് ഉണ്ട്. ഈ കവറിങ് അതായത് മ്യൂക്കോസ എന്ന് പറയും. മ്യൂക്കോസയ്ക്ക് അകത്തൂടെയാണല്ലോ നമ്മുടെ ഈ ഫുഡൊക്കെ ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അതിനൊരു മസ്കുലാർ ലെയറുണ്ട്. അതിന് ട്രാൻസ്വേഴ്സ് ക്രോസിങ് ആയിട്ടുമുണ്ട്, ഇങ്ങനെയും പോകുന്നുണ്ട്, ഇങ്ങനെയുണ്ട്. ലോങ്ജിറ്റ്യൂഡിന് ആൻഡ് സർക്കുലർ മസിൽസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഈ പെരിസ്റ്റാലിസിസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എപ്പോഴും വയറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ കഴിക്കുന്ന സാധനം ഇവിടുന്ന് തൊണ്ടയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുവരെ നമുക്ക് കൺട്രോളുള്ളൂ. ഇപ്പം തൊണ്ടയിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, എല്ലാം ഓട്ടോണോമസ് നെർവ് സിസ്റ്റമാണ്. നമുക്ക് ശരിക്കും കൺട്രോളുള്ളത് എന്തിലാണ്? നമ്മളുടെ സ്കെലിറ്റൽ മസിലിലാണ് നമുക്ക് കൺട്രോളുള്ളത്. പിന്നെ നമ്മുടെ സെൻസ് അത് വേണമെങ്കിൽ നമുക്ക് കണ്ണു വെച്ച് അടച്ചു വയ്ക്കാം, തുറന്ന് സംസാരിക്കാം. ബാക്കിയുള്ള കാര്യത്തിലൊന്നും നമുക്ക് എല്ലാം ഓട്ടോണോമിക് നെർവ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ മിടിപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹാർട്ടിൻ്റെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ഉണ്ട്. അതും ബ്രെയിനുമായിട്ടും കണക്റ്റഡാണ്. അതൊരു വേഗസ് നെർവ് എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. 12 നെർവ്സാണ് നമുക്ക് ബോഡിയിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളതാണ് 10th വണ്ണാണ്, അത് വേഗസ് നെർവ് എന്ന് പറയും. ഇത് നമ്മുടെ ഹാർട്ടുമായിട്ട്, നമ്മുടെ ഹാർഡിയാക് നെർവ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഗട്ട് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇൻഡസ്റ്റൈൻ്റെ ഹോൾ ലെങ്തിൽ ഈ മസിലിനകത്ത് ഒരു നെർവ് സിസ്റ്റം ഇതുണ്ട്. അതിൻ്റെ പ്ലെക്സസ് എന്നെന്താണ് പറയുന്ന പേര് മറന്നുപോയി. എനിവേ ആ ഒരു സിസ്റ്റം ഓഫ് മസിൽസ് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും വർക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ഒരാളുടെ ബ്രെയിൻ ഒരു കഴുത്തിന് ഇത് വന്നു, മൊത്തം തളർന്നു പോയി, 2 കൈയും കാലും തളർന്നു പോയാലും അവരുടെ ഇൻഡസ്റ്റൈൻ വർക്ക് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അവിടെ ഇത് നടക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനും അവരുടെ ഭക്ഷണത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല. പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കും ഭക്ഷണം കഴിക്കാനും അവർ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അതും ഈ വേഗസ് നെർവുമായിട്ടും കണക്റ്റഡാണ്. ഈ 10th ക്രേനിയൽ നെർവ്, ബ്രെയിനിൽ നിന്ന് ഡയറക്റ്റ്ലി പോകുന്ന ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിലെ ബ്രെയിനുകളെ പറയുന്നതാണ്. ഈ നമ്മുടെ ഈ വയറിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈവൻ അത് ഹോർമോൺസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളുടെ കിഡ്നിയുടെ മുകളിലൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ടല്ലോ, അഡ്രിനൽ ഗ്ലാൻഡ്, ഇതൊക്കെ ആയിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രെയിനും ഇൻഡസ്റ്റൈനും ഹാർട്ടും എല്ലാം ആയിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്.
അപ്പോൾ ഈ ഗട്ട് ബ്രെയിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഡൾനെസ് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഒരു ഫുഡ് മതി നമ്മളുടെ മൂഡ് വ്യത്യാസം വരുന്നത്. അത് ഞാൻ വ്യത്യാസപ്പെടുത്തും. ജർമ്മനിയിലൊക്കെ അതിൻ്റെ സ്റ്റഡീസ് തന്നെ നടത്തുന്നുണ്ട്. ജർമ്മനിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടത്തുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കുന്നു എന്നനുസരിച്ച് നമ്മളുടെ ഫുഡിൽ അത് ഒരാളുടേതാവണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെ റിസർച്ചിലും എൻ്റെ സ്റ്റഡീസിലും ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോരുത്തർക്കും വേണ്ടത് ഓരോ ഫുഡായിരിക്കും. അതായത് ചില ഫുഡ് ചിലർക്ക് പറ്റില്ല. അത് നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം പൈൽസ് ഉള്ളവർക്കറിയാം അവർക്ക് ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് പൈൽസ് വരുന്നതെന്ന്. അല്ലെങ്കിൽ അപ്പം അത് നമുക്ക് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് വരുത്തുന്നതുകൊണ്ടറിയാം. പക്ഷെ തലവേദന വരുത്തുന്നത് പലർക്കും അറിയത്തില്ല. കുറച്ച് പേർക്ക് അറിയായിരിക്കും, വളരെ കുറച്ച് പേർക്ക്. ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന ഈവൻ തലവേദന മുതൽ എല്ലാ കൊച്ചു കാര്യങ്ങൾക്കും പോലും നമ്മൾ എല്ലാത്തിനും ഉണ്ടൊരു ലൈഫ് സ്റ്റൈൽ ഫാക്ടർ അവിടെ. അപ്പം പക്ഷെ അത് അവരറിയുന്നില്ല. തലവേദനയ്ക്ക് കാരണം ഇന്ന ഫുഡാണെന്ന് അറിയാത്തിടത്തോളം കാലം അത് കാരണം കുറേ സാധനങ്ങളല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വരുമ്പോൾ നമ്മൾ ഈ ഫുഡിൻ്റെ എന്താണ് കഴിക്കുന്നതെന്ന് നോക്കി ആയിരിക്കും പലതും. ഈവൻ ആർത്രൈറ്റിസും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെരി ഇമ്പോർട്ടൻ്റാണ്. ഈ സോറിയാസിസ്, ഈ ആമവാദമൊക്കെ പോലെയുള്ളവർ അവർ കഴിക്കുന്ന ഫുഡ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ജനറലി പറയാൻ പറ്റില്ല. രാഹുലിന് പറ്റാത്തതായിരിക്കണമെന്നില്ല എനിക്ക് പറ്റാതെ വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് ബീഫ്. ഒരു വിഷയമാണ് ബീഫ് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. അതിനെന്തെങ്കിലും ഒരു സയൻറ്റിഫിക് വെർഷൻസ് ഉണ്ടോ?